ഉയർത്തപ്പെടുന്ന ആദ്യ വനിതയും താമരശ്ശേരി രൂപതയുടെ മധ്യസ്ഥയുമായ അൽഫോൻസാമയുടെ ജീവിതകഥയെ ആസ്പദമാക്കിയുള്ള ഒരു ദൃശ്യാവിഷ്കാരമാണ് ഞങ്ങളിവിടെ അവതരിപ്പിക്കുന്നത്. സെന്റ് അൽഫോൻസ യൂണിറ്റ് അവതരിപ്പിക്കുന്നു അൽഫോൻസാമ, സഹനത്തിൻ്റെ അമ്മ. 1910 ഓഗസ്റ്റ് 19 കോട്ടയം ജില്ലയിലെ കുടമാളൂരിലാണ് അൽഫോൻസാമ എന്ന അന്നക്കുട്ടി ജനിച്ചത്. ചെറുപ്പത്തിലെ അമ്മയെ നഷ്ടപ്പെട്ട അന്നക്കുട്ടി 10-ാം വയസ്സ് മുതൽ അമ്മയുടെ സഹോദരിയായ മുരിക്കൻ അന്നമ്മയുടെ വീട്ടിലാണ് വളർന്നത്. കൗമാരപ്രായമായപ്പോൾ പല വിവാഹ ആലോചനകളും വന്നെങ്കിലും ഒരു കന്യാസ്ത്രീയാകാനായിരുന്നു അവളുടെ ആഗ്രഹം. മോളെ അന്നക്കുട്ടി, നിനക്ക് നല്ലൊരു ചെറുക്കനെ പേർമച്ചി കണ്ടുവച്ചിട്ടുണ്ട്. നാളെ അവർ നിന്നെ പെണ്ണ് കാണാൻ വരികയാ കേട്ടോ. നല്ല രാജകുമാരനെ പോലെയുള്ള ചെറുക്കനെയാ അമ്മച്ചി നിനക്ക് വേണ്ടി കണ്ടുവച്ചിട്ടുള്ളത് കേട്ടോ. എന്നെ കൊച്ചേ, ഒരുങ്ങി നിന്നോണം. എന്നാൽ ഞങ്ങൾ പോയിട്ട് വരാം മോളെ. നാളത്തേക്ക് വേണ്ട ഒരുക്കങ്ങൾ നടക്കണം. എന്റെ ഈശോയെ, ഇതെന്തൊരു പരീക്ഷണമാണ്. ഞാൻ നിന്റെ മണവാട്ടിയാകാൻ തീരുമാനിച്ചതല്ലേ, പിന്നെ എന്താ ഇങ്ങനെയൊക്കെ? ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ ഒറ്റ വഴിയെ കാണുന്നുള്ളൂ, കാൽ തീയിൽ വെച്ച് പൊള്ളിക്കുക തന്നെ. അതേ വഴിയുള്ളൂ എന്റെ ലക്ഷ്യം നേടാൻ. ചെറിയൊരു സഹനം പേരമ്മച്ചി എന്നോട് ക്ഷമിക്കട്ടെ. അത് ആ സഹന ജീവിതത്തിൻ്റെ ആരംഭമായിരുന്നു. സ്വന്തം തീരുമാനത്തിൽ ഉറച്ചു നിന്ന അന്നക്കുട്ടി അങ്ങനെ 1927 പന്തക്കുസ്ത ദിനത്തിൽ ഭരണങ്ങാനം ഫ്രാൻസിസ്കൻ ക്ലാരമഠത്തിൽ പ്രവേശിച്ചു. 1930 മെയ് 19 ഭരണങ്ങാനം ഫെറോനപ്പള്ളിയിൽ വെച്ച് സഭാവസ്ത്രം സ്വീകരിച്ചു. 21-ാമത്തെ വയസ്സ് മുതൽ രോഗപീഠകൾ അൽഫോൻസയെ അലട്ടാൻ തുടങ്ങി. നല്ല വേദനയുണ്ടോ മോളെ? എന്റെ ഈശോയുടെ സഹനങ്ങളോട് ചേർത്ത് വെക്കുമ്പോൾ ഈ സഹനങ്ങളെല്ലാം മാധുര്യമുള്ളതായി തോന്നുന്നു അമ്മേ. അല്ല, ആരായത്? ജോണിക്കുട്ടിയോ? വാ, അൽഫോൻസാമയെ കാണാൻ നാളെത്തിയല്ലോ. എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്ന അമ്മ സ്വന്തം രോഗങ്ങൾ കുറയ്ക്കാൻ വേണ്ടി പ്രാർത്ഥിക്കാത്തത് എന്തേ? മോനെ, സുഖസന്തോഷങ്ങളിൽ മുഴുകി ദൈവത്തിൽ നിന്നും അകന്നുകൊണ്ട് ഈ ലോകം നാം തിരിയുന്നതിനും സമാധാനവും സ്നേഹവും നിലനിൽക്കുന്നതിനും വേണ്ടി കൂടുതൽ സഹിക്കുവാൻ ഞാൻ സന്നദ്ധയാണ്. അങ്ങനെ നിരവധി സഹനങ്ങൾക്കും രോഗപീഠകൾക്കും ഒടുവിൽ 1946 ജൂലൈ 28 അൽഫോൻസാമ ഈ ലോകത്തോട് വിട പറഞ്ഞു. Oh
വർഷങ്ങൾക്കിപ്പുറം നിരവധി അത്ഭുതങ്ങളും രോഗശാന്തികളും അൽഫോൻസാമയുടെ മധ്യസ്ഥതയിൽ നടന്നു. 1986 ഫെബ്രുവരി 8 വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ വാഴ്ത്തപ്പെട്ടവളായി അൽഫോൻസാമ പ്രഖ്യാപിക്കപ്പെട്ടു. 1999 നവംബർ 13 അന്ന് തങ്ങളുടെ കുഞ്ഞിന്റെ അകത്തേക്ക് വളർന്നിരിക്കുന്ന കാൽ സുഖപ്പെടുത്തുന്നതിന് വേണ്ടി ഒരു അപ്പനും അമ്മയും തങ്ങളുടെ കുഞ്ഞിനെ അൽഫോൻസാമയുടെ കബറിടത്തിൽ കൊണ്ടുവന്നു. കുഞ്ഞിനെ കബറിടത്തിൽ വെച്ച് കരഞ്ഞു പ്രാർത്ഥിച്ചു. 3 മണിക്കൂറോളം അവർ അവിടെ ചെലവഴിച്ചു. അന്ന് വൈകുന്നേരം വീട്ടിലെ സന്ധ്യാപ്രാർത്ഥനാ സമയം. നമ്മുടെ കർത്താവ് പീലാത്തോസിന്റെ വീട്ടിൽ വെച്ച് ചവിട്ടിക്കളവടിക്കപ്പെട്ടു എന്ന് ധ്യാനിക്കുക. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അച്ചായ നമുക്ക് നമ്മുടെ കൊച്ചി എഴുന്നേറ്റു. നമ്മുടെ മോൻ, എന്റെ അമ്മ അൽഫോൻസാമ്മയെ അവനെ സുഖപ്പെടുത്തി. ദൈവമേ നന്ദി. മുൻപ് പല അത്ഭുതങ്ങളും ആ കബറിടത്തിൽ നടന്നിട്ടുണ്ടെങ്കിലും അൽഫോൻസാമയെ വിശുദ്ധയായി നാമകരണം ചെയ്യുന്നതിന് കാരണമായത് ഈ അത്ഭുതമാണ്. 2008 ഒക്ടോബർ 12 ബെനഡിക്ട് 16 മാർപ്പാപ്പ അൽഫോൻസാമയെ വിശുദ്ധയായി പ്രഖ്യാപിച്ചു. Acuda Maluri in Kerala, India, e ricevette delle clarisse francescane di Barananganam e successivamente entrò nel noviziato. Sante Augustine, Sante Athanasi, Beatus Caetanum Enrico, Mariam Bernardam Büttler, Alfonsam ab Immaculata Concezione. Every child, as a Christian faithful of India, gives thanks to God for their first native daughter to present it for public veneration. I wish to assure them of my prayers during this difficult time, commending സഹനത്തിന്റെ അമ്മയായ വിശുദ്ധ അൽഫോൻസാമയുടെ മധ്യസ്ഥം ഇന്നും അനേകർക്ക് താങ്ങും തണലുമായി പരിലസിക്കുന്നു.